ജിബിൻ JB ചേരുന്നുണ്ട്. ജിബിൻ, ഗുഡ് മോർണിംഗ്. പ്രധാനമായും ഇന്ന് തിരുവനന്തപുരത്ത് വാർത്തകൾ കൊണ്ട് നിറയാൻ പോകുന്നത് നിയമസഭയിൽ തന്നെയാണ്. നിയമസഭ തുടങ്ങിയ ദിവസം മുതൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വലിയ വിവാദം സഭയിൽ നടക്കുന്നുണ്ട്. ഭരണപക്ഷം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെ എതിർക്കാൻ തീവ്ര ശ്രമം നടത്തുകയാണ്. ഒപ്പം ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി സഭയിൽ പ്രസ്താവന നടത്തുന്നുണ്ട്. ഒപ്പം സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ വിധി ഇന്ന് വരാനിരിക്കുകയാണ്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ജയിൽ മോചിതനാകുമോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും. ഒപ്പം കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗവും പുരോഗമിക്കുന്നു. വാർത്തകൾ എങ്ങനെയാകും? ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്നും നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇന്ന് നിയമസഭ ചേരുന്നതിന് മുൻപ് സഭാ കവാടത്തിന് മുന്നിൽ ഒത്തുകൂടി അവിടെ നിന്ന് പ്രകടനമായി സഭയ്ക്ക് അകത്തേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പ്രതിപക്ഷം എത്തിയിരിക്കുന്നത്. കാരണം കവാടത്തിന് മുന്നിൽ 2 പ്രതിപക്ഷ MLA-മാർ നിരാഹാര സമരവും അനുഷ്ഠിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒത്തുകൂടിയ ശേഷം പ്രകടനമായിട്ടായിരിക്കും അകത്തേക്ക് പോകുക. പക്ഷേ ഇന്ന് പ്രതിരോധം തീർക്കാൻ തന്നെയാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം. കാരണം കഴിഞ്ഞ ദിവസം SITയുടെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് നടക്കുന്നത് എന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നിരീക്ഷണം കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹൈക്കോടതി തന്നെ പറഞ്ഞു, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സ്വാഭാവിക ജാമ്യം ലഭിച്ച് പ്രതികൾ പുറത്തിറങ്ങുന്നത് കേസിനെ ബാധിക്കില്ല എന്ന് കോടതിയുടെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. കോടതിയുടെ മേൽനോട്ടം തീർച്ചയായും ഉണ്ടാകുമെന്ന് കോടതി പറയുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കോടതിയുടെ നിരീക്ഷണം ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിരോധം തീർക്കാൻ തന്നെയാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ധനകാര്യ ബില്ല് ഈ ബഡ്ജറ്റിന് ശേഷം പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയുണ്ട്. പക്ഷേ ചർച്ചകളോടും ഒന്നും തന്നെ ഇതുവരെയും പ്രതിപക്ഷം സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിരോധമായിരിക്കും ഇന്ന് ഭരണപക്ഷം സഭയിൽ ഉന്നയിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുടെ സഭയുടെ ഭാഗത്ത് നിന്ന് സഭാ അധ്യക്ഷന്മാരുടെ ഭാഗത്ത് നിന്നൊക്കെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഭരണപക്ഷത്തിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിനുമെതിരെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് നിയമസഭയിൽ ആ ഒരു പ്രത്യേക പ്രസ്താവന കൂടി നടത്തുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഭിന്നശേഷി സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് NSS നേതൃത്വത്തിന് NSS മാനേജ്മെന്റ് സ്കൂളുകൾക്ക് കോടതിയിൽ നിന്ന് ഒരു കിട്ടിയിരുന്നു. അതേ കാര്യം തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് മറ്റെല്ലാ മാനേജ്മെന്റുകൾക്കും ഈ വിധി ബാധകമാക്കാനുള്ള ഒരു പ്രസ്താവനയായിരിക്കും മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് SITയുടെ കാര്യമാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യം ലഭിക്കുമെന്നുള്ളൊരു സൂചന കൂടി പുറത്തു വരുന്നു. കാരണം ദ്വാരപാലകപാളി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നേരത്തെ തന്നെ മുൻകൂർ ഈ ജാമ്യം ലഭിച്ചിരുന്നു. കാരണം 90 ദിവസം കഴിഞ്ഞിട്ടും അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. ഇന്ന് മറ്റൊരു കേസും കൂടി പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ സ്വാഭാവികമായ 90 ദിവസം കഴിഞ്ഞിട്ട് കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ ആ കേസിലും സ്വാഭാവികമായ ഒരു ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ വളരെയധികം വാർത്തകൾ നിറങ്ങിയ ഒരു ദിവസമായിരുന്നു ഇന്ന് തിരുവനന്തപുരത്ത്. പ്രവിധ, തീർച്ചയായും ഇന്ന് വാർത്താ സമ്പന്നമാണ് തിരുവനന്തപുരം. അതിന്റെ സൂചനകളാണ് ഇപ്പോൾ ജിബിൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.